ടു ബി വെരി ഫ്രാങ്ക്, ഈ രണ്ട് വണ്ടികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് പറയുമ്പോൾ ഒരു വണ്ടിയുടെ ഫാൻസുകാർക്ക് ഒരു വിഷമം തോന്നരുത്. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഗൊറില്ല 450 ആണ്. ഗൊറില്ല 450 എന്നാണ് കറക്റ്റ് ഉച്ചാരണം, പക്ഷേ ഞാൻ ഗൊറില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു ഗൊറില്ല തന്നെയാണ്. കാരണം ചാട്ടം എന്ന് പറയുന്നൊരു സംഭവം ഇതിന് അതിഭീകരമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഗൊറില്ല 450യുടെ റിവ്യൂ അല്ല. ഗൊറില്ല 450യുടെ റിവ്യൂ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗൊറില്ല 450 വേഴ്സസ് ഹിമാലയൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ്. കുറേ പേര് ചോദിച്ച ഒരു സംഭവമാണ് ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് വണ്ടികളെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. നമ്മുടെ നോർമൽ ടൈപ്പ് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് സ്പെക്കുകൾ തമ്മിലുള്ള കമ്പാരിസൺസ് ഒന്നുമില്ല. രണ്ട് വണ്ടിയും ഓടിക്കുന്ന സമയത്ത് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇതിലേത് ബൈക്കായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ട് ആവുക എന്നുള്ളത് ഏകദേശം എൻ്റെ അഭിപ്രായങ്ങൾ എല്ലാം കൂടി കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് ഒരു കറക്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യാനായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്താൽ സന്തോഷം. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് തന്നെ പോകാം. ഞാൻ ഉറപ്പായിട്ടും ഈ രണ്ട് ബൈക്കിൻ്റെയും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കാരണം ഈ രണ്ട് വണ്ടികളുടെയും ക്യാരക്ടറാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഈ രണ്ട് ക്യാരക്ടറുകൾ തമ്മിലുള്ളൊരു കണക്ഷൻ പറയുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ഈ രണ്ട് വീഡിയോയിലും പറഞ്ഞ ഈ രണ്ട് വണ്ടികളെ പറ്റി പറഞ്ഞ എൻ്റെ അഭിപ്രായങ്ങളിലൂടെ കുറച്ചൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞു തന്നെ പോകാം രണ്ട് വണ്ടിയുടെ കാര്യം. ടു ബി വെരി ഫ്രാങ്ക്, ഈ രണ്ട് വണ്ടികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് പറയുമ്പോൾ ഒരു വണ്ടിയുടെ ഫാൻസുകാർക്ക് ഒരു വിഷമം തോന്നരുത്. എനിക്ക് ഗൊറില്ല 450 ആണ് കൂടുതൽ ഹിമാലയനെക്കാട്ടി ഇഷ്ടമായത്. അത് ഹിമാലയൻ മോശം ആയതുകൊണ്ടല്ല, ഹിമാലയൻ മോശം ബൈക്കേ അല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. ഹിമാലയൻ എന്ന് പറയുന്ന ഒരു ഭീകരം ബൈക്കാണ്, നല്ലൊരു ബൈക്ക് തന്നെയാണ്. അതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസും അതിൻ്റെ ഒരു ടൂറിങ് കേപ്പബിലിറ്റീസ് ഒന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനായിട്ടത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ സ്റ്റിൽ എനിക്ക് ഈ ബൈക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണവും ഞാൻ ഹിമാലയൻ ചൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഈ ഒരു ബൈക്ക് ഒരു റൈഡിനായിരുന്നാലും അല്ലെങ്കിൽ ഒരു ഡെയിലി പരിപാടികൾക്കായിരുന്നാലും ഈ ബൈക്ക് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. ഹിമാലയനെക്കാട്ടിയും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. കാരണം ഇതിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. ആദ്യം തന്നെ ഇതൊരു ചെറിയ ബൈക്കാണ്. ഹിമാലയൻ പോലൊരു ഭീകരനായിട്ടുള്ളൊരു ബൈക്കല്ല, ഭയങ്കര വലിപ്പമുള്ളൊരു നല്ല വീൽ ബേസും. ഹിമാലയന് നല്ല വീൽ ബേസ് ഉണ്ട്, ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്. കുറച്ചുകൂടി ഒന്ന് പ്രൊഫഷണലിസം തുളുമ്പുന്നുണ്ട് ഹിമാലയൻ്റെ കാര്യത്തിൽ. കുറച്ചുകൂടി ഒന്ന് സ്റ്റഡിയാണ് ഹിമാലയൻ എന്ന് പറയുന്നത്. എന്നെ പോലെ എൻ്റെ ഒരു സൈസും എൻ്റെ ഒരു വെയിറ്റും വെച്ചിട്ട് എനിക്ക് ഹിമാലയനെക്കാട്ടിയും കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു ബൈക്ക് തന്നെയാണ്. സ്റ്റിൽ ഹിമാലയൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള വണ്ടിയല്ല, എന്നാലും എനിക്കൊരു പൊടി കൂടി എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഗൊറില്ലയാണ്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ രണ്ട് ബൈക്കുകളും ഇരിക്കുന്നത് സെയിം എൻജിൻസ് ആണെങ്കിൽ പോലും ഈ എൻജിൻ എന്ന് പറയുന്ന സാധനം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ എൻജിന് ഒന്ന് ആർത്തുല്ലസിക്കാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടിയിരിക്കുന്നത് ആക്ച്വലി ഗൊറില്ലയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഈ ഒരു എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ നോർമലി നമ്മൾ കാണുന്ന എൻജിൻ പോലത്തെ ഒരു എൻജിനല്ല. അതായത് കുറച്ചുകൂടി ഹൈ റിവിങ് മോട്ടറാണ്. ടോർക്കുണ്ട്, നല്ല ടോർക്കുണ്ട്. പഴയ ഹിമാലയൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ടോർക്ക് തന്നെയായിരുന്നു. അതിന്ന് പുതിയ ഹിമാലയനിലേക്ക് വന്ന സമയത്ത് ടോർക്കുണ്ട്, പക്ഷേ അത് ലോ എൻഡിലല്ല പ്രകടമാകുന്നത്. ഒരു മിഡ് റേഞ്ച് ടു ടോപ്പ് എൻഡിലേക്കാണ്. ടോപ്പ് എൻഡ് ഒന്നും പറയാൻ പറ്റില്ല, മിഡ് റേഞ്ചിലാണ് അതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇനിഷ്യലി നമ്മൾ ടോർക്കിൻ്റെ ഒരു പ്രസൻസ് നോക്കിക്കഴിഞ്ഞാൽ പഴയ ഹിമാലയനും പുതിയ ഹിമാലയനും വെച്ച് നോക്കുമ്പോൾ പഴയ ഹിമാലയൻ ഇനിഷ്യലിയെ നല്ല ടോർക്കിയാണ്. എന്നാൽ പുതിയ ഹിമാലയന് ഇനിഷ്യലി ഭയങ്കര ടോർക്കില്ല, പക്ഷേ ഒന്ന് കൈ കൊടുത്ത് കയറുമ്പോഴേക്കും നല്ലൊരു ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഹിമാലയന്. കുറച്ചൊന്ന് ഹൈ റിവ്സിലേക്ക് കയറി നിൽക്കാൻ വല്ലാത്തൊരു ഇഷ്ടമാണ്. എഞ്ചിൻ ഒന്ന് കയറി തന്നെയാണ് നിൽക്കുന്നത്. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് RPM കയറി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഒന്ന് തുള്ളി കളിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഹിമാലയൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ശരിക്കും കുറച്ചൊന്ന് എന്താ പറയുക ട്രിപ്പ്, ട്രാവൽ, ഓഫ് റോഡ് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് കയറുമ്പോഴാണ് എഞ്ചിന് ആ ഒരു എന്താ പറയുക ഒരു ഫ്രീഡം കിട്ടുന്നതെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഫൺ ഓറിയൻറ്റഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ടാണ് ഗൊറില്ല ഫീൽ ചെയ്യുന്നത്. കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ടാണ് ഹിമാലയൻ ഫീൽ ചെയ്യുന്നത്. അതാണ് ഈ രണ്ട് ബൈക്കിൻ്റെയും ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി ആഴത്തിലേക്ക് നമുക്ക് ഈ രണ്ട് ബൈക്കിൻ്റെയും ക്യാരക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ
ഹിമാലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പഴയ ഹിമാലയൻ്റെ എല്ലാ ക്വാളിറ്റികളും അവിടെ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് റോയൽ എൻഫീൽഡ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ബൈക്കാണ്. അതായത് ഓഫ് റോഡിങ് അല്ലെങ്കിൽ ടൂറിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് മെയിനായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബൈക്കാണ്. അതിനൊരു പെർട്ടിക്കുലർ പർപ്പസ് ഉണ്ട്. സോ ആ ഒരു പർപ്പസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ ബൈക്ക് ഉയരാണ്. ഒരു മാറ്റമില്ല ആ ഒരു കാര്യത്തിൽ. അത് ഭയങ്കര കിടിലൊരു ഒരു ബൈക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പർപ്പസിന് അപ്പുറത്തേക്കുള്ളൊരു കാര്യത്തിലേക്ക് അതെടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിമാലയനുമായിട്ട് നമ്മളൊരു സിറ്റിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നുമല്ല, അതൊന്ന് യൂസ് ടു ആയാൽ മാറാവുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അത്രയും വീൽ ബേസ് ഉള്ള അത്രയും സൈസ് ഉള്ളൊരു ബൈക്ക് നമ്മൾ സിറ്റിയിൽ മെനൂവർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അത് ഉറപ്പായിട്ടും ഉണ്ടാവും. എന്നാൽ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി വരാൻ പോകുന്ന എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡിങ് ടെറൈനോ അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒരു ഹൈവേ കൂടി നമ്മൾ പോകുന്ന സമയത്ത് വണ്ടി നല്ല സ്റ്റേബിളാണ്. അതിൻ്റെ വീൽ ബേസ് വലുതായതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടായിരിക്കും പോകുന്നത്. സ്ട്രൈറ്റ് ലൈൻ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് മാരകമാണ്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഐ തിങ്ക് ഭയങ്കര ഫണ്ണാണ്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഓൾറൗണ്ടർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നല്ല ടോർക്കുണ്ട്, ടോപ്പ് എൻഡ്. ഞാൻ ഇതുപോലൊരു റോഡ്സ്റ്റർ ബൈക്കിന് ഒരുപാട് ടോപ്പ് എൻഡ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് കുറച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റണം. നമുക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ആ ഒരു റെസ്പോൺസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതുപോലെ ഹിമാലയൻ എടുത്തിട്ട് കളിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കില്ല. ഹിമാലയൻ ഓടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ടിരുന്ന് ഓടിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ ഒരു ഫണ്ണും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഇത് ഓടിക്കണം. ഇത് ഓടിക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾ ആ ഒരു ലെവലിലേക്കുള്ളൊരു റൈഡിംഗ് ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൊറില്ലയാണ് എടുക്കാനുള്ളത്, ഹിമാലയൻ അല്ല. പിന്നെ അടുത്തൊരു കാര്യം, എന്നെ പോലെ വലിയ ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്തൊരാൾക്ക് ആ ഒരു ഹിമാലയൻ്റെ എഞ്ചിൻ എനിക്ക് പണ്ടൊരു വലിയൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് പണ്ടൊക്കെ എനിക്ക് ഇതിനെക്കാട്ടിയും പൊക്കവും വെയിറ്റും ഒക്കെ കുറവായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഹിമാലയം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കും ഇത്രയും വലിയൊരു ബൈക്ക് ഞാൻ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളൊരു ഫീൽ വരുമായിരുന്നു. അപ്പോൾ തൊട്ടേ എനിക്ക് ആ എഞ്ചിൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആ ഒരു 411cc ആ ഒരു ഹൈ ടോർക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഫീലാണ്. അപ്പോൾ അത് ഓടിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആലോചിക്കും ഇത് കുറച്ചുകൂടി എനിക്കൊന്ന് മെനൂവർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഷെർപ്പ എഞ്ചിൻ നമുക്ക് കുറച്ചുകൂടി ഈസി വേയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലേക്കാണ് ഗൊറില്ല ഇരിക്കുന്നത്. ഇതിന് ഡെഫിനറ്റ്ലി ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഭയങ്കര ഹെവിയൊന്നുമല്ല. ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഹെവിനെസ് കുറഞ്ഞു വരും. കാരണം എഞ്ചിൻ ഭയങ്കര ആക്റ്റീവാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ആക്റ്റീവായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് അറിയേയില്ല. നമ്മൾ ഇതിൻ്റെ ഒരു ഫണ്ടില്ലെങ്കിൽ ലയിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വെയിറ്റ് കുറഞ്ഞൊരു ബൈക്കായിട്ടാണ് തോന്നുന്നത്. ഓൺ പേപ്പർ ഹിമാലയനുമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 11-12 കിലോ വെയിറ്റ് കുറവ് മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു 12 കിലോയുടെ വെയിറ്റ് കുറവല്ല ആക്ച്വലി ഗൊറില്ലയിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു കാര്യം. പിന്നെ ഞാൻ റിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ രണ്ട് ബൈക്കിലും ഇരിക്കുന്നത് സെയിം എഞ്ചിൻ ആണെങ്കിൽ പോലും ഈ രണ്ട് ബൈക്കുകളുടെയും ക്യാരക്ടേഴ്സ് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. സോ ക്യാരക്ടർ അറിഞ്ഞെടുക്കേണ്ട രണ്ട് ബൈക്കുകൾ തന്നെയാണ്, പർപ്പസ് അറിഞ്ഞെടുക്കേണ്ട രണ്ട് ബൈക്കുകൾ തന്നെയാണ്. ഒരു ബൈക്ക് പർപ്പസ് അറിഞ്ഞെടുക്കുക, ഒരു ബൈക്ക് ക്യാരക്ടർ അറിഞ്ഞെടുക്കുക. അത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. പർപ്പസ് അറിഞ്ഞെടുക്കേണ്ട ബൈക്ക് എന്ന് പറയുന്നത് ഹിമാലയനാണ്. നിങ്ങളുടെ ലക്ഷ്യം ടൂറിങ് കാര്യങ്ങളൊക്കെയാണ്, ട്രാവലൊക്കെയാണ്, നിങ്ങൾക്ക് ട്രിപ്പ് അടിക്കണം, നിങ്ങൾക്ക് ഓഫ് റോഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദ ഹിമാലയൻ. അത് തന്നെയാണ് നിങ്ങളുടെ വണ്ടി. പക്ഷേ ഞാൻ പറയാം, അവിടെയും നിങ്ങൾ ഹിമാലയൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ഒരുപാട് അറിയേണ്ട കാര്യമില്ല. കാരണം ഹിമാലയൻ എന്താണെന്ന് നമുക്ക് അറിയാം ഓൾറെഡി. അതിൻ്റെ ഒരു പർപ്പസും അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഈ വണ്ടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ക്യാരക്ടർ അറിഞ്ഞ് തന്നെ എടുക്കണം. ഈ ഒരു കാര്യം ഒരു റോയൽ എൻഫീൽഡ് ബൈക്കിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ ബൈക്കിനും ഒരേ ക്യാരക്ടറാണ്. ആ ഒരു സ്റ്റഡി ഒരു എന്താ പറയുക, ഒരു ടൈറ്റ് ക്യാരക്ടർ, ഒരു റഫ് ക്യാരക്ടർ, കളിയാക്കുന്ന ഒരു അമ്മാവൻ ക്യാരക്ടർ എന്നൊക്കെ പലരും പറയാറുണ്ട്. സോ ആ ഒരു ടൈറ്റ് ക്യാരക്ടറാണ് പൊതുവേ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഒട്ടുമിക്ക ബൈക്കുകളിലും കാണാറുള്ളത്. പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ബൈക്ക് വന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്, അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ റിവ്യൂവിൽ പറഞ്ഞായിരുന്നു ഇതൊരു KTM പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. കാരണം ഭയങ്കര ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു ടോർക്ക് ഉണ്ട്. ആ ഒരു ടോർക്ക് തന്നെയാണ് അവരുടെ സിംഗിൾ സിലിണ്ടർ റോയൽ എൻഫീൽഡിൽ എല്ലാത്തിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ടോർക്ക് കുറച്ചുകൂടി ഒരു ഫൺ എലമെൻ്റ് ആയിട്ട് വേറൊരു മാനറിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് ഗൊറില്ല ഫീൽ ചെയ്യുന്നത്. ആ ടോർക്ക് അതുപോലെയുണ്ട്. പ്ലസ് അതൊരു ഒരു ചാട്ടം ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റിലുമാണ് ഇരിക്കുന്നത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവ്യൂവിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഗിയറിൻ്റെ ഒരു പുള്ളിങ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് യൂസ് ടു ആവേണ്ടതുണ്ട്. അത് ശരിക്കും ഒന്ന് യൂസ് ടു ആവേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഫാക്ടർ ഇങ്ങനെ തുളുമ്പുന്ന ഒരു ബൈക്കാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഗൊറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരക്ടർ അറിഞ്ഞ് തന്നെ വന്നെടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു സിറ്റിക്ക് വേണ്ടിയിട്ടൊരു ബൈക്ക്, സിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു ഓൾറൗണ്ടറാണ് നോക്കുന്നുണ്ടെങ്കിൽ ഐ ഫീൽ ഗൊറില്ല നിങ്ങൾക്ക് എല്ലാത്തിനും പറ്റും. ഇതൊരു ഓഫ് റോഡിങ് ബൈക്കല്ല, പക്ഷേ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഹിമാലയൻ്റെ അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിൽ പോലും മോശമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഓഫ് റോഡിങ്
പാച്ചിലൊക്കെ പെട്ടുപോയാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഇതുമായിട്ട്. ഒരു പ്യൂർലി ഒരു ഓഫ് റോഡർ അല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് റോഡർ പോലേക്ക് ഇത് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഒരു സ്ക്രാംബ്ലറിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഈ ബൈക്കിന് ടോട്ടലി. അതിനൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരു ഓഫ് റോഡർ പോലെ ഫീൽ ചെയ്യും. അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യാം, അത്യാവശ്യം സിറ്റി റൈഡുകൾക്ക് എടുക്കാം, നിങ്ങളുടെ നോർമൽ റൈഡുകൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഓഫീസ് ടു വീട്, വീട് ടു ഓഫീസ് ആണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ കോളേജിൽ പോകണമെന്നുണ്ടെങ്കിലും ഇത് എടുക്കാം. നിങ്ങൾക്ക് ട്രിപ്പ് പോകണം എന്നുണ്ടെങ്കിലും ഇത് എടുക്കാം. ഇപ്പോൾ ഹിമാലയൻ്റെ അത്രയും എന്താ പറയുക, അത്രയും കംഫർട്ടൊന്നും വരില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹിമാലയൻ്റെ ഒരു പോഷറും ഒരു സസ്പെൻഷൻ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിൻ്റെ സസ്പെൻഷനും ഹിമാലയൻ്റെ സസ്പെൻഷനും തമ്മിൽ ശരിക്കും ഷോവയാണെങ്കിൽ പോലും വലിയ കമ്പാരിസൺസ് ഒന്നുമില്ല. കാരണം ഹിമാലയൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഹിമാലയനെ സല്യൂട്ട് ചെയ്യണം. കാരണം അത്രയും കിടിലുള്ള സസ്പെൻഷനാണ്. അപ്പോൾ അത്രയും കംഫർട്ട് ഇതിൽ നോക്കരുത്. അത് കുറച്ചുകൂടി ഒരു ട്രാവലുള്ളൊരു സസ്പെൻഷനാണ്. അപ്പോൾ അത്രയും കംഫർട്ട് ഇതൊന്ന് പ്രതീക്ഷിക്കരുത്. ബട്ട് സ്റ്റിൽ മോശമില്ലാത്തൊരു എന്താ പറയുക, ഒരു കംഫർട്ടാണ് ഇതൊന്ന് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രിപ്പ് പോകണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഹാപ്പി ആയിട്ട് തന്നെ ട്രിപ്പ് പോകാം. പിന്നെ ഇതിൻ്റെ പോഷർ എന്ന് പറയുന്നത് വളരെ കമാൻഡിങ് ആണ്. ഇപ്പോൾ ഹിമാലയൻ്റെ ആ ലെവലിലേക്കില്ല, പക്ഷേ സ്റ്റിൽ ഇത് കമാൻഡിങ് ആണ്. അത്യാവശ്യം നമുക്ക് കൺട്രോൾ കിട്ടുന്ന അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒന്ന് ഫ്ലിക്ക് ചെയ്യണം, ഇടയിൽ കൂടിയൊക്കെ എടുത്തുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിലൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കൂടെ വണ്ടി നിൽക്കും. അതിൻ്റെ മെയിൻ കാര്യം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വീൽ ബേസിൻ്റെ ആ ഒരു ഡിഫറൻസ് ശരിക്കും ഓടിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഹിമാലയൻ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ വീൽ ബേസ്, അയ്യോ അങ്ങ് ബാക്കിലാണല്ലോ നമ്മുടെ വണ്ടിയുടെ ടെയിൽ ലൈറ്റ് എന്നൊരു ഫീലുണ്ട്. അപ്പോൾ അതൊന്നും ഇതിലില്ല, വളരെ കിടിലമാണ്. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹിമാലയനിൽ കൂടുതൽ എന്താ പറയുക, ട്രാവൽ ചെയ്യുന്ന സമയത്ത് സാധനങ്ങൾ നമുക്ക് വെച്ച് കെട്ടി പോകാൻ പറ്റും. അത്രയും കാര്യങ്ങൾ നമുക്കിതിലില്ല. പിന്നീട് മോശമില്ലാത്തൊരു കംഫർട്ട് മാത്രമേ ഇതിൽ ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയും ഹിമാലയൻ തന്നെയാണ് ബെറ്റർ. സോ ഞാൻ അതാ പറഞ്ഞത്, നിങ്ങളുടെ പർപ്പസ് ട്രാവലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിമാലയൻ തന്നെ നോക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇതിലും അത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഓൾറൗണ്ടർ ബൈക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്ലസ് ഹിമാലയൻ്റെ പഞ്ച്, ഹിമാലയൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ഓൾറൗണ്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിലേക്ക് തന്നെ പോവാം. ഭയങ്കര ഫണ്ണിയാണ് വണ്ടി ഓടിക്കാനായിട്ട്, ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട്. അപ്പോൾ അത് ആ ഒരു ഫീല് സത്യം പറഞ്ഞാൽ ഹിമാലയന് കിട്ടില്ല. അതുപോലെ തന്നെ ഹിമാലയനിൽ ട്രിപ്പ് പോകുന്ന ഫീൽ ഇതിലും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് ബൈക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ ട്യൂണിങ് ചേഞ്ചസ് ഉണ്ട്. അത് മെയിനായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു എൻജിൻ്റെ RPM തന്നെ കുറച്ചൊന്ന് കയറ്റി പിടിച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്കൊരു എക്സ്ട്രോർഡിനറി ചാട്ടമുണ്ട് കമ്പയറിങ് ടു ഹിമാലയൻ. ഒരു പൊടിക്ക് ചാട്ടമുണ്ട്. പിന്നെ ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹിമാലയൻ്റെ ഒരു ത്രോട്ടിൽ ലാഗ് എനിക്കിതിൽ തോന്നുന്നില്ല. അതാണ് വേറൊരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഹിമാലയൻ ഒരു ചെറിയൊരു ത്രോട്ടിൽ ലാഗ് പോലെ ഉണ്ടായിരുന്നു. കാരണം ഒരു എവിടെയൊക്കെയോ ഒരു ചോപ്പിനെസ് ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം ഇതിനില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു RPM ഒന്ന് കയറിയിരിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്കൊരു ലാഗ് കാര്യങ്ങളൊന്നും ഹിമാലയനിൽ വരുന്ന പോലെ ഇതിൽ ഫീൽ ചെയ്യുന്നേയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഉണ്ട്. മാത്രമല്ല ആ ഒരു വെയ്റ്റ്ലെസ് ഫീല് വണ്ടി ഓടിക്കുന്ന സമയത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ സില്ലി ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ഹിമാലയൻ പോലെ ഒരു സീരിയസ് ഫീലില്ല. വളരെ സില്ലി ആയിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ബൈക്കാണ്. സിറ്റിയിലായിരുന്നാലും എവിടെ ആയിരുന്നാലും ഏത് പാതാളത്തിലായിരുന്നാലും ഇതും കൊണ്ട് നടക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് കറൻ്റ്ലി 2024 ഇറങ്ങിയ ബൈക്സിൽ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ബൈക്കായിരുന്നു ഇത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ഓൾറൗണ്ടർ എന്നതിന് എല്ലാ രീതിയിലും പറയാൻ പറ്റും. നിങ്ങൾക്ക് ട്രിപ്പ് പോകാം, ടൂർ ചെയ്യാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ ഹിമാലയനാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഈ പറയുന്ന പോലെ എടുക്കാം. ഇപ്പോൾ ഹിമാലയൻ എടുക്കുന്ന എല്ലാവരും ട്രിപ്പ് മാത്രം പോകാനായിട്ട് ആ ബൈക്ക് വാങ്ങുന്ന ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലും എല്ലാം ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ അതിനൊരു പെർട്ടിക്കുലർ പർപ്പസ് ഉണ്ട് ഹിമാലയൻ എന്ന് പറയുന്ന ബൈക്കിന്. അപ്പോൾ ആ ഒരു പർപ്പസിലേക്ക് നിങ്ങൾ ഒരു 50% നിങ്ങൾ നിൽക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ അങ്ങനെ ഒരു ബൈക്ക് എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഒന്നുമില്ല, എടുത്ത് നിൽക്കത്തക്ക രീതിക്ക് പർപ്പസ് ഒന്നുമില്ല. ഇതൊരു സ്ക്രാംബ്ലർ ഒരു റോഡ്സ്റ്റർ ടൈപ്പ് ബൈക്കാണ്. സ്ട്രീറ്റ് റൈഡുകളും കുറച്ചൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്തും കുറച്ചൊക്കെ നമുക്കൊരു വൈബ് പിടിച്ചൊക്കെ ഓടിക്കാൻ പറ്റുന്നൊരു ബൈക്കാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും അറിയാതെ ഇങ്ങനൊരു ബൈക്ക് ഒന്ന് എടുത്താലും വലിയ കുഴപ്പമില്ല, നിങ്ങൾ പെട്ടുപോകില്ല. പക്ഷേ നിങ്ങൾ ഒന്നും അറിയാതെ അതുപോലൊരു കുറച്ച് സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൂറർ എടുത്തിട്ട് പെട്ടുപോകരുത്. അപ്പോൾ അത് ശരിക്കും ആ ഒരു പർപ്പസിലേക്ക് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബൈക്കാണ് ഇത്. എന്താ പറയുക, ഫണ്ണി ഗൈസ്, അത് തന്നെയാണ്. ഒരു ഫണ്ണും ആ ഒരു അഡ്രിനാലിൻ റഷും ഒക്കെ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വാങ്ങാം. അതുകൊണ്ട് ടോട്ടലി ഞാൻ പറയുന്നത്, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സീരിയസ് ടൂറിങ്, ഡെഫിനറ്റ്ലി ഗോ ഫോർ ദ ഹിമാലയൻ. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സിറ്റി റൈഡുകൾ, നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് നല്ല ടോർക്കി ആയിട്ടുള്ള നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ബൈക്ക് വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് ബീസ്റ്റ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ചെറിയൊരു കമ്പാരിസൺ, അതായത് സ്പെക്കോ കാര്യങ്ങളോ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എല്ലാവർക്കും അറിയേണ്ടത് ഈ രണ്ട് ബൈക്കുകളും ഓടിക്കുന്ന സമയത്തുള്ളൊരു റൈഡ് ഫീൽ ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എൻ്റെ റൈഡ് ഫീൽ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ
ഈ ഒരു വീഡിയോയോട് അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ സൈൻ ഓഫ് കാണിച്ചാൽ ഇവരൊക്കെ വേറെ വല്ലതും വിചാരിക്കും. അപ്പോൾ ശരി, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.